എങ്ങനെ കൊല്ലാൻ തോന്നിയതാണ് നിനക്കൊക്കെ? ഒരു കൊച്ചിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ താലോലിക്കാനോ അതിൻ്റെ അടുത്ത് ചിരിച്ച് സംസാരിക്കാനോ അല്ല, നമുക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തോന്നുന്നു. ഇനി എത്ര അക്രമം കാണിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അതുങ്ങളോട് നമുക്കൊരു ദേഷ്യം തോന്നുന്നു. അവർ കാണിക്കുന്ന അവരുടെ കുറുമ്പുകളായിട്ടല്ലേ നമ്മൾ കൂട്ടുള്ളൂ. ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ഇതുപോലുള്ള പന പാട്ടികൾക്കൊക്കെ എങ്ങനെ തോന്നുന്നതാണ് എനിക്കറിയാൻ വയ്യാത്തത്. അതിനപ്പുറം പറയേണ്ടത് മറ്റവളെയും കൂടിയാണ്. ഏതാണ് ഇവള്? ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്ന നിർത്തിയുണ്ടല്ലോ, അഖില. ഇവള് ഇതുപോലുള്ള സൈക്കോ പട്ടികളെയൊക്കെ കൂടെ കൊണ്ട് നടക്കുന്ന ഇവളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റരുത്. ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഇവക്കൊന്നും അധികാരമില്ല, അവകാശമില്ല. ഈ റോഡിൽ കിടക്കുന്ന ഒരു തെരുവ് പട്ടിക്ക് വരെ അതിൻ്റേതായിട്ടുള്ള അവകാശം, അതിൻ്റേതായിട്ടുള്ള മാനവും അന്തസ്സും ഉണ്ട്. ഇതുപോലുള്ള ചെറ്റക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരം കൊടുക്കരുത്. ആ രീതിക്ക് ഇതുങ്ങളൊക്കെ ഇത് കളയണം. പക്ഷേ അതിന് നമ്മളെ നിയമം കൊള്ളൂല. നമ്മളെ നിയമത്തിൽ ഒരു 1000 ലൂപ്പ് ഹോളും കിടപ്പുണ്ട്. ഈ തേണ്ടി പാട്ടികൾക്ക് ഊരി പോകാനുള്ള എളുപ്പത്തിനുള്ള എല്ലാ പരിപാടികളും എത്ര കുറ്റം ചെയ്തെന്ന് പറഞ്ഞാലും ഇവനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇതുമില്ലാതെ കുറേ വക്കീലന്മാരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഒരു ഗോവിന്ദച്ചാമി അവനകത്ത് കിടന്നപ്പോഴത്തേക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന വക്കീലിനെ നിങ്ങൾക്കറിയാം. ഇതുപോലെ എത്ര അവന്മാർക്ക് ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിൻ്റെ അടുത്ത് ഉപദ്രവിക്കാൻ തോന്നും? അവരെന്തെങ്കിലും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ദേഷ്യപ്പെട്ടാലും തൊട്ടടുത്ത സെക്കൻഡിൽ നമുക്ക് അതിൻ്റെ വിഷമം വരും. അവരുടെ ദേഷ്യപ്പെടേണ്ടായിരുന്നു നമുക്ക് തോന്നും. അതാണ് ഒരു കുഞ്ഞിൻ്റെ നൈർമല്യം എന്ന് പറയുന്നൊരു സംഭവം അതാണ്. പക്ഷേ ഇതുപോലുള്ള ചെറ്റാളൊക്കെ ഉണ്ടല്ലോ, ഇവനെയൊക്കെ നല്ല മുക്കാലെ കെട്ടിയിട്ട് നല്ല പാതാളക്കരണ്ടിക്ക് വരഞ്ഞടിക്കണം. അതൊന്നും ചെയ്യാൻ ഇവിടെ ആർക്കും പറ്റൂല. പോട്ടെ, ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം നടന്ന ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇപ്പോൾ നാട്ടുകാർ കുറേ ആൾക്കാർ പ്രതികരിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഒരുപക്ഷെ കുറച്ച് നാൾ മുമ്പേ ആ കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിഞ്ഞൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്തെങ്കിലും ഈ കുഞ്ഞിന് ഇതെങ്ങനെ അസ്വാഭാവികമായിട്ട് ഈ കൈ ഒടിഞ്ഞു എന്നുള്ളൊരു ചിന്തയെങ്കിലും അവിടെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞ് രക്ഷപ്പെട്ടു പോയാനെ. ഒരു റീലിനകത്ത് ആ കുഞ്ഞ് 2 കൈ ഒടിഞ്ഞതായിട്ട് ഇരിക്കുന്നൊരു വീഡിയോ നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ളൊരു മുഖം കണ്ടില്ലേ? അത് മനസ്സുകൊണ്ട് പറയുമായിരിക്കും, എൻ്റെ പൊന്നു ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് പറയുന്നൊരവസ്ഥയായിരിക്കും. അത്രയ്ക്ക് മാനസികമായിട്ട് 1.5 വയസ്സുള്ള കുഞ്ഞ് ആരോടെങ്കിലും അതിൻ്റെ വേദനകളോ വിഷമങ്ങളോ പറയാനുള്ള എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? അത് വളർന്നു വന്നാലല്ലേ അതിന് വാ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അത് പഠിച്ചു വരുന്ന കാലമല്ലേ. അതിനു മുമ്പേ അതിനോട് ഇങ്ങനെ ചെയ്യാൻ ആ പട്ടിക്ക് എങ്ങനെ തോന്നിയെന്ന് അവൻ ഒരു കൂസലും ഇല്ലാതെയാണ് അവൻ പോലീസുകാരോടെ നടക്കുന്നത്. ഇവൻ്റെ പഴയ ഹിസ്റ്ററിയൊക്കെ ഇപ്പോൾ ന്യൂസുകാർ പുറത്തു കൊണ്ടുവന്നു. അത് നിങ്ങൾ കാണും. പല ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാവും. അവൻ്റെ ആദ്യ ഭാര്യേനെ അവൻ ക്രൂരമായിട്ട് ആക്രമിച്ച് ആ പെൺകുട്ടി മാനസികമായിട്ട് തകർന്നൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്നിട്ട് ഈ ചേറ്റ പട്ടിയൊക്കെ ഞാൻ എടുത്തെടുത്ത് ഞാനിവരെ പട്ടി എന്ന് വിളിക്കുന്ന പട്ടിയുടെ അന്തസ്സിന് പോലും ചേരുന്നില്ല. കാരണം പട്ടിക്ക് ഒരു നേരം ആഹാരം കൊടുത്താൽ അതിൻ്റെ നന്ദി കാണിക്കുന്നൊരു ജീവിയാണ്. ഈ തെരുവ് നാറിയൊക്കെ ഈ പാട്ടിനെയൊക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ എങ്ങനെ അകത്ത് പോയാലും കുറച്ച് നാളകത്ത് കിടന്ന് തിന്ന് കൊഴുത്ത് അവനിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതിനിപ്പം ഉണ്ടാക്കി കൊടുക്കില്ല, ശമ്പളം കൂടെ അതും കൂടെ എടുത്ത് വെച്ച് അവൻ്റെ മറ്റേനകത്തൊരു തിരികെ കൊടുക്കുക. എന്നിട്ട് ഇവന്മാർക്കെല്ലാം കൂടെ അകത്ത് പോയി കിടക്കാനുള്ളത് കൊടു. ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യണമെന്ന് ഞാൻ നിർത്തിയതാണ്. ഞാൻ ഇങ്ങനത്തെ ഓഫ് ടോപ്പിക് സബ്ജക്റ്റുകളിലോട്ട് പോകണമെന്ന് ഞാൻ വിചാരിച്ച ഒരാളല്ല. ഞാൻ നിർത്തിയ പരിപാടിയാണിത്. ഞാൻ പല വിഷയങ്ങളെടുത്ത് ഞാൻ ഇതുപോലെ സംസാരിച്ച് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കളഞ്ഞു കഴിഞ്ഞ പരിപാടിയാണ്. പക്ഷേ ഓരോ ദിവസവും ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അക്രമം, ഇതേപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കും? സിൻസിയർലി നമ്മളൊരു ഹ്യൂമനാണ്. നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ ആരും ഉപദ്രവിക്കുന്നില്ല. ഇവനെയൊക്കെ ഉണ്ടാക്കിയവരെ ഉണ്ടല്ലോ, ആ ഉണ്ടാക്കിയവരുടെ അവിടുന്ന് തുടങ്ങണം അട്ടി. കാരണം ആ നാറികളെ ഞാൻ വിളിക്കുള്ളൂ. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ എന്ത് വന്നാലും ശരി, ആ നാറികൾ വളർത്തേണ്ട പോലെ വളർത്താത്തതിൻ്റെയാണ് ഇതേപോലുള്ള ചില ചേറ്റ പട്ടികൾ ഈ സൊസൈറ്റിയിൽ വളർന്നു വരുന്നത്. ഈ സൊസൈറ്റിയിൽ വളർന്നു വരുന്നത് ഒരു കുഞ്ഞിനോട് കാരുണ്യം കാണിക്കാൻ പഠിക്കാത്ത ഇവനെയൊക്കെ എങ്ങനെ ഒരുത്തിക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റി? ഒരു ദിവസമെങ്കിലും ആ കുഞ്ഞിന് നേരെ ചെറിയൊരു അക്രമം കാണിച്ച സമയത്തെങ്കിലും അവൾ പ്രതികരിച്ചെങ്കിൽ, ആ കൊച്ചിനെ വേറൊരിടത്ത് എത്തിച്ചെങ്കിൽ ആ കുഞ്ഞ് ഇന്ന് സുഖമായിട്ട് ജീവിച്ചാണല്ലോ. അത് ഈ ലോകത്ത് എന്ത് കണ്ടിട്ടുണ്ട്? ആ വീടിൻ്റെ ചുറ്റുപാടല്ലാതെ, അമ്മയെന്ന് വിളിക്കുന്നൊരിതല്ലാതെ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ വേറെ എന്ത് കണ്ടിട്ടുണ്ട്? അതിനെന്ത് പഠിക്കാനുള്ള സാഹചര്യമായിട്ടുണ്ട്? ഒന്നും ആയിട്ടില്ല. 1.5 വയസ്സെന്ന് പറഞ്ഞതിനകത്ത് വളരെ ഒരു 365 ദിവസവും അതിൻ്റെ ചില്ലറ ദിവസവും പോട്ടെ, ഒരു 500 ദിവസം. ഇതിൽ കൂടുതൽ ഒരു കുഞ്ഞ് ഈ ഭൂമിക്കകത്ത് അവൻ എന്താണ് മനസ്സിലാക്കി തുടങ്ങിയത്? അവൻ ഒന്നും മനസ്സിലാക്കിയില്ല. ഒരു വേദന ഉണ്ടെങ്കിൽ അത് എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അവനായി തുടങ്ങിയിട്ടില്ല. അതിനോടൊക്കെ ഈ ദേഹത്ത് ഇത്രയും മുറിവുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ എമ്മാതിരി സൈക്കോ ആയിരിക്കും. ഇവൻ്റെ ചോരയിൽ ഒരു കൊച്ചു പറഞ്ഞാൽ പോലും ഇവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവൻ അതിനോട് എങ്ങനെയായിരിക്കും ഇവനെ പ്രതികരിക്കുന്നത്? എന്നിട്ട് ഇതാണ് കൊള്ളവന്മാർ ഇവിടുന്ന് ഊരി പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന അടുത്ത പരിപാടി, ഇവിടുന്ന് അങ്ങ് നാട് വിടും.
നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനൊക്കെ സേഫ് ആയല്ലോ. ഇവനകത്ത് പോയി കിടന്ന ഇവനെ മനസാക്ഷി ഉണ്ടെങ്കിൽ ഇവന് നേരെ കിടക്കാൻ പറ്റൂല. അതില്ലാത്തവനാണെന്ന് നമുക്കറിയാം. കാരണം അത്രയ്ക്ക് മൃഗങ്ങളെപ്പോലും ഞങ്ങിപ്പിക്കുന്ന രീതിയിലാണ് ഇവൻ്റെ ആക്രമണം. ആ തെണ്ടിക്കൊന്നും ഒരു കൂസലുമില്ലാതെ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ഇവനത് അറിഞ്ഞു കണ്ട് ചെയ്തവനവൻ. പക്ഷേ എന്തിനെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് അവൻ എന്ത് നേട്ടം കിട്ടാനാണ്? ഒരു കൊച്ചു കുട്ടീനെ ഇത്ര ക്രൂരമായിട്ട് മൃഗീയമായിട്ട് അതിനോട് പെരുമാറിയിട്ട് എന്ത് ലാഭം കിട്ടാനാണ്? ഇതിനെല്ലാം കൂട്ടുന്ന ഒരുത്തിയുണ്ട്. അവളെ പച്ചയ്ക്ക് പറഞ്ഞാൽ അവളെ കഴപ്പ്. ഇതിൽ കൂടെ ഒന്നും പറയാനില്ല. നിനക്ക് നിൻ്റെ കഴപ്പ് തീർക്കാനാണെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കണം. നിനക്ക് ആ കൊച്ചിനെ വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വേണമെന്നവരെ ഏൽപ്പിക്കുക. ഇനി ആർക്കും വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ വല്ല അമ്മത്തൊട്ടിലും കൊണ്ട് കൊടു. അതും പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഞാൻ ആർക്കെങ്കിലും തരാം എന്നെങ്കിലും നീ വാ തുറന്ന് നിനക്ക് ഉണ്ടാക്കിക്കൂടെ? അതിൻ്റെ പിറകെ പോയെന്തിനു പോകാതിരുന്നാൽ പോരെ? ഉണ്ടാക്കി ഇടുന്നുണ്ടെങ്കിൽ വളർത്താനും കൂടെ അറിയണം. അല്ലാതെ ഉണ്ടാക്കി ഇട്ടിട്ട് കണ്ടവൻ്റെ കീഴിൽ പോയി കിടന്നിട്ട് നിൻ്റെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചിനെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. നീ എന്ത് വേണേലും കാണിച്ചു, നീ ആരുടെ കൂടെ വേണേലും പോയിക്കോ. അതിനൊന്നും അറിയാത്ത ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഇട്ട് കൊടുത്തിട്ട് നിനക്കൊക്കെ എന്ത് നേട്ടോടെ കിട്ടുന്ന? ഒരു ദിവസം ആ കൊച്ചിനെ നേർക്കൊന്ന് കൈ ഓങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ആക്രമിക്കാൻ അവൻ തുനിഞ്ഞ സമയത്ത് നീ ഒന്നുകിൽ കുഞ്ഞ് സേഫ് അല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് കൊണ്ട് മാറ്റായിരുന്നല്ലോ. എന്നിട്ട് അവൾ അമ്മയുടെ മറ്റടുത്തൊരു നാടകം കൊച്ചിൻ്റെ തൊണ്ട പുട്ട് കുടുങ്ങിയോലോ. നിന്നെയൊക്കെ ഉണ്ടല്ലടി, ഇവിടെ നിയമമൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കറിയാം നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന്. അവനെയൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ പൂഞ്ഞാനും ഉടച്ച് പൊട്ടിക്കാൻ കഴിവുള്ളവന്മാർ ഈ നാട്ടിലുണ്ട്. പക്ഷേ നിയമം അനുശാസിക്കുന്ന കുറേ കാര്യങ്ങളിൽ എല്ലാവരും നിൽക്കുന്നത് കൊണ്ടാണ് ആരും ഒന്നും ചെയ്യാത്തത്. ഇതിന് നമ്മളെ നാട്ടിൽ ആദ്യം വരേണ്ടത് നിയമത്തിലും മാറ്റങ്ങൾ വരണം. പക്ഷേ അത് കൊണ്ടുവരാൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ പോലും ഒരാളും തുനിഞ്ഞിറങ്ങുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. കുട്ടികൾക്ക് നേരെയുള്ള ഇതുപോലുള്ള അക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടും കുറേ കേസ് കൊടുത്ത് ഒരു 50 കൊല്ലം എഴുതി കൊടുക്കുന്നു, ഒരു 100 കൊല്ലം എഴുതി കൊടുക്കുന്നു. ശരി, അവൻ പുറത്തിറങ്ങത്തില്ല. എന്തിന് ജനങ്ങളുടെ ടാക്സിനകത്ത് നിന്ന് എടുക്കുന്ന പൈസ എടുത്ത് ഇവനൊക്കെ തിന്നാനും ഇവനൊക്കെ തൂറാനും സൗകര്യമായിട്ട് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഈ സൊസൈറ്റിയിൽ അവൻ്റെ കേസ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കോടതിക്ക് അവൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിന് ഇവനെ ജീവനെ കൂടെ വെച്ചേക്കണം? ഇവനൊക്കെ ഇല്ലായ്മ ചെയ്ത് കളയണം. 10 പേരെ ഇതുപോലെ ചെയ്ത 11ാമത്തവൻ്റെ പുട്ടുക്ക പറയ്ക്കും കൊച്ചുക്കളെ നേർക്ക് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ. അത് ചെയ്യാൻ ഇവിടെ ഒരു നിയമത്തിനും വയ്യ. ഇവിടെ ആവുന്ന നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ രാഷ്ട്രീയക്കാരെ മറ്റത് ചെയ്ത് ഇവിടെ ഗർഭം ഉണ്ടാക്കാൻ പോയി ഇത് പറഞ്ഞ് തമ്മിലടിക്കാനല്ലാതെ ഇതുപോലുള്ളൊരു 10 അവന്മാർ നട്ടല് നിവർത്തി ഇന്ന് ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള നിയമവശങ്ങൾ നോക്കി അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മൊത്തത്തിൽ ഈ രാജ്യം മൊത്തത്തിൽ നിയമങ്ങൾ മാറണം. അങ്ങനെ എന്താണിത്? ഈ കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരെയൊക്കെ ഇങ്ങനെ അങ്ങ് ഒന്നിനും ഇല്ലാതെ കുറേ അവന്മാർക്ക് കൊന്ന് തിന്നാൻ വേണ്ടി അങ്ങ് വെച്ചേക്കുവാണോ? ഉണ്ടാക്കുന്നവരുണ്ടാക്കിയിട്ട് പൊയ്ക്കോ, വേണ്ടെങ്കിൽ കൊണ്ടുപോയി വല്ല അമ്മത്തൊട്ടിലോ അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുന്ന അനാഥാലയങ്ങളിലോ ഒക്കെ ഏൽപ്പിച്ചോ, ഒരു കുഴപ്പമില്ല. മനസ്സമാധാനത്തോടെങ്കിലും ആ ജീവൻ ഈ ഭൂമിയിലുണ്ടാവുമല്ലോ. അവന് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ അവൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ പഠിച്ച് മേലോട്ട് വന്ന് അവരെ കൊണ്ടാവുന്ന രീതിയിൽ ജനിച്ചു പോയില്ലേ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. അതിനുള്ളൊരു അവസരമെങ്കിലും കൊടുത്തുകളാ. വേറൊരുത്തി കുളിമുറയിൽ പോയി ഉണ്ടാക്കിയിട്ട് അവൾ ഉള്ള എല്ലാം കൂടെ പറിച്ച് എടുത്ത് വെളിയിൽ വിട്ടു കുഞ്ഞിനെ. എടി വയ്യെങ്കിൽ എന്തിനു കിടന്ന് മെനക്കെടാൻ പോകണം? നിനക്കൊരു ഒരു കോണ്ടം മേടിച്ചിട്ടാൽ നിന്റെ കാര്യം തീരുവല്ലേ? നിനക്ക് അതിന് പോലും വയ്യായിരുന്നാ നിനക്ക്? പറയുമ്പോൾ ഞാൻ ഈ ലെവലിലേ പറഞ്ഞു പോകത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിലോട്ടൊന്നും പോവാത്തത്. വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട, നമുക്ക് ഇങ്ങനെയുള്ള ഓഫ് ടോപ്പിക്കുകൾ എടുക്കണ്ട, സിനിമ മാത്രമെന്ന് പറഞ്ഞ് സംസാരിച്ച് പോയി. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റേഞ്ചിലേ പറയും. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. പ്രത്യേകിച്ച് കൊച്ചുങ്ങളെ ആക്രമിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പൊട്ടും പൊളിയും. ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ ഫോട്ടോയാണ്. കാരണം അവരുമായിട്ടുള്ള ആ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവരുടെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. കാരണം എൻ്റെ സോളിന് കിട്ടുന്ന ഏറ്റവും നല്ല പോസിറ്റീവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത്. ഒരു കുഞ്ഞിനെ ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഇതേണക്കുള്ള മരപ്പാട്ടിയൊക്കെ ഒന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഇനിയിപ്പം അവളെ കൂടെ കൊണ്ടുപോയി ബാക്കി പേപ്പറുകൾ ഒപ്പിടിപ്പിച്ച് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ് സാമാനം എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഒരു സെല്ലി ഇടും. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് തിന്നാനും തൂറാനും സൗകര്യം, പോലീസ് കാവൽ. ഒരു 12 കൊല്ലം എഴുതി കൊടുക്കും, അല്ലെങ്കിൽ ഒരു 15 കൊല്ലം എഴുതി കിടക്കും. എന്തൊരു വേണം? ടി വിയും കണ്ട് അവിടെ കൂട്ടുകാരുമായിട്ട് കളിച്ച് ജോലിയും ചെയ്ത് കിട്ടുന്ന ശമ്പളം അക്കൗണ്ടിലും വന്ന് തിന്നും കുടിച്ച് രാവിലെ ചിക്ക, ഉച്ചയ്ക്ക് മട്ടൻ, വൈകിട്ട് അത് ഇത് ചപ്പാത്തി എന്നും പറഞ്ഞാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ്. മിനിമം ഈ നിയമത്തിന് ചേഞ്ച് വരാം. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്പോട്ടിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്ര കൊല്ലമായിട്ട് എത്ര മനുഷ്യർ ഇതിനു വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആരെങ്കിലും ഇതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരുത്തനും എടുക്കുന്നില്ല.
എങ്ങനെങ്കിലും ഒരു കസേര കിട്ടാൻ വേണ്ടി തമ്മിലടി, എങ്ങനെങ്കിലും വേറൊരുത്തനെ താഴെ ഇറക്കാൻ വേണ്ടി തമ്മിലടി, എങ്ങനെങ്കിലും കുറേ മുതലാളിമാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി തമ്മിലടി. ഇതല്ലാതെ എന്തെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇരിക്കുന്നവന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് പറയുകയാണ് ഇതിനകത്ത് ക്രമക്കേടുണ്ട്, ഇങ്ങനെയാണെന്ന് തെളിവുകൾ സഹിതം പറഞ്ഞിട്ട് കുറേ സെല്ലുകാരും കൂടെ ഇറങ്ങിയിട്ട് അവൻ രാജ്യദ്രോഹിയാണെന്ന്. ഏത് 10-18 വയസ്സുള്ളൊരു കൊച്ചി ഇറക്കൻ അവൻ രാജ്യദ്രോഹിയാണെന്ന്. ഇതേപോലെ അധികാരമോഹവും അധികാരവർഗത്തിന് വേണ്ടിയിട്ടും പണിയെടുക്കുന്നവന്മാർ എന്നെങ്കിലും ഇതുപോലുള്ളൊരു പാവപ്പെട്ടൊരു നിശബ്ദനാക്കപ്പെട്ടൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇറങ്ങത്തില്ല. ഒരുത്തനും ഇറങ്ങത്തില്ല, പറ്റത്തില്ല. കാരണം എന്താ? തിന്നാൻ കിട്ടുന്നത് ഇവന്മാരെ ചന്തിക്ക് നിൽക്കുമ്പോഴാണല്ലോ, ഇവന്മാരുടെ കുണ്ടിക്ക് നിൽക്കുമ്പോഴാണല്ലോ തിന്നാൻ കിട്ടുന്നത്. അത് നക്കിക്കൊണ്ടിരിക്കാനേ ഇവിടെയുള്ള എല്ലാ എണ്ണത്തിനും വിധിയുള്ളൂ. അല്ലാതെ ഒരർത്ഥത്തിൽ പോലും ഇതേപോലുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കോ സൊസൈറ്റിയിൽ വരുന്ന പല കാര്യങ്ങൾക്കോ സംസാരിക്കാൻ ഒരുത്തനും കട്സില്ല, പ്രവർത്തിക്കാൻ ഒരുത്തനും കട്സില്ല. ഇപ്പോൾ ഈ പറയുന്ന എത്ര അറിവുള്ള മനുഷ്യരുണ്ട്. ഇപ്പം നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതമായിട്ടുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് നിയമവശങ്ങളെക്കുറിച്ച് അറിവില്ല. പക്ഷേ അത് അറിയാവുന്നവരുണ്ട്. അവർ കുറച്ച് പേർ കൂടിയിട്ടൊരു കമ്മ്യൂണിറ്റി ആക്കിക്കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നൊന്ന് ചിന്തിക്കാനുള്ള ബോധം ആർക്കും ഇല്ല ഇവിടെ. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നോക്കിക്കഴിഞ്ഞാൽ മേളിയിരിക്കുന്ന അധികാരികളോ അതിന് മേളിലോട്ട് ഇപ്പം കേരള സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അങ്ങനെ എല്ലാ തരത്തിലും ഇടപെടലുകൾ നടത്തിയിട്ട് ഈ നിയമങ്ങൾക്ക് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഈ പ്രശ്നങ്ങൾക്ക് കർശനമായിട്ടുള്ള നടപടി ഇത്ര ദിവസത്തിനകം കേസ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകം ശിക്ഷ എന്ന് പറയുന്ന സാധനം, അത് ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ അതിൻ്റെ ഇരട്ടി ആയിരിക്കണം. അല്ലാതെ തടവറയിൽ ഇട്ടതുകൊണ്ട് ഇവർക്ക് ഒരു മാറ്റങ്ങളും ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മാനസാന്തരം വരും. അപ്പോഴും നല്ല നടപ്പിന് വേണ്ടിയിട്ട് പുറത്തിറക്കി വിടും. ഇത്രേ ഉള്ളൂ. അങ്ങനെ മാനസാന്തരപ്പെടാനുള്ളൊരു അവസരമല്ല കൊടുക്കേണ്ടത്. സൊസൈറ്റിയിൽ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യുന്നവർക്ക് ഭയം വരണം, സിസ്റ്റത്തിനോടൊരു ഭയം വരണം. അതില്ലാത്തത് കൊണ്ടാണ് സിംപ്ലി ഇതുപോലുള്ള പല കാര്യങ്ങളും നടക്കുന്നത്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പല അവന്മാർക്കും ഒരു കൊച്ചിന് നേരെ ഒരു ആക്രമണം കാണിക്കാൻ പേടി. എന്താണ്? അവിടുത്തെ സിസ്റ്റം ആ രീതിക്കാണ് പെരുമാറുന്നത്. ആ സിസ്റ്റം കൃത്യമായിട്ട് ആ നിയമത്തിൻ്റെ പിന്നാലെ പോയിരിക്കും. കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടിയിരിക്കുന്നുള്ള ബോധം എല്ലാവന്മാരുടെ മൈൻഡിലുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ദേവക്കുന്നു ഞാൻ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ കൂളായിട്ട് ഇറങ്ങി വരും. ഈ മൈൻഡ് സെറ്റ് എന്ന് മാറുന്നോ അന്ന് നാട്ടിലെ ക്രൈം റേറ്റ് കുറയും. എഴുതി വെച്ചോ. ഇത് ഞാൻ പറഞ്ഞിട്ട് അറിയാവുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ ഇവൻ്റെ പഴയ ഹിസ്റ്ററി അറിഞ്ഞിട്ടും ഇവനെ കൂടെ കൊണ്ട് നടന്ന അവളെ ഉണ്ടല്ലോ, അവളെ വിളിക്കേണ്ട വാക്ക് വേറെയാണ്. ആ രീതിക്ക് വേണം അവളെ പറയാൻ. കാരണം അതിന് വാർത്തകൾ നിങ്ങൾ ഓരോന്നും എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തരുടെയും അടുത്തുനിന്ന് കിട്ടിയ ക്ലിക്ക് ബൈറ്റുകൾ, ആ ബൈറ്റുകൾ കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് കാര്യങ്ങൾ പോയെന്ന്. അരിയാഹാരം കഴിക്കുന്ന ഏതൊരുത്തരും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരുപാട് ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. ബട്ട് എന്തിനാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ബലി കൊടുക്കുന്നത്? എൻ്റെ ചോദ്യം അതാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, കാരണം നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ബട്ട് മറ്റൊരാളെ ബലിയാടാക്കി ആക്രമിച്ച് ഉപദ്രവിച്ച് ഇല്ലായ്മ ചെയ്തുകൊണ്ട് എന്ത് നേട്ടം നിങ്ങൾക്ക് കിട്ടും?